ദേശീയ രാഷ്ട്രീയത്തിലെ ശക്തവും ധീരവുമായ വനിതാ സാന്നിധ്യം. വയനാടിന്റെ തൊട്ടരികിൽ നിന്നാണ് മണിപ്പൂരിന്റെ ദുരിതങ്ങളിലേക്ക് വരെ ഇറങ്ങിച്ചെന്ന് സംസാരിച്ച ആനി രാജയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. മണിപ്പൂർ കലാപത്തിനെതിരെ പ്രക്ഷോഭം നയിച്ചപ്പോൾ പോലീസ് എടുത്തത് രാജ്യദ്രോഹ കുറ്റം. NFIW ദേശീയ സെക്രട്ടറി, CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് 58-കാരിയായ ആനി രാജ. തികഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിൽ പുതുതായി ഏറ്റെടുക്കേണ്ടി വന്ന ദൗത്യവും അതേ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുന്നു അവർ. അതിലവർക്ക് മനുഷ്യപക്ഷവും സ്ത്രീപക്ഷവുമുണ്ട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ശ്ലോകം മുതൽ വനിതാ സംവരണ ബിൽ വരെയുള്ള നടപടികൾ കാപട്യത്തിൽ പൊതിഞ്ഞതാണെന്ന് ആനി രാജ പറയുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് ആവശ്യമായ ബജറ്റ് വിഹിതം പടിപടിയായി വെട്ടിക്കുറച്ചു. ന്യൂനപക്ഷ പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പുകൾ നിർത്തലാക്കി. സ്ത്രീവിരുദ്ധ ഫാസിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കാൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്ന് അവർ പറയുന്നു. ഇന്ന് രാജ്യം ഭരിക്കുന്നത് സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഐഡിയോളജി വെച്ചിരിക്കുന്ന മനുവാദത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, സംഘപരിവാർ സംഘടനകളാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. ഇലക്ഷനിൽ 10 വോട്ട് നേടുക, 2 സീറ്റ് നേടുക എന്നുള്ളതിന് സ്ത്രീകളെ ഒരു ആയുധമാക്കുന്നതിനുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്കിപ്പോൾ വനിതാ സംവരണം തന്നെ സ്ത്രീകളുടെ 2 കാലിലും ചങ്ങലയിട്ട് കെട്ടിക്കൊണ്ടാണ് വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. സെൻസസും അതുപോലെ തന്നെ ഡീലിമിറ്റേഷനും. സ്ത്രീ സമത്വം എന്നുള്ളതിൽ അല്പം പോലും വിശ്വാസമില്ല. അതിനെതിരായി നിലകൊള്ളുന്ന ആശയഗതിയാണ് സംഘപരിവാർ ആശയഗതി. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്ത്രീകൾ തെരഞ്ഞെടുക്കപ്പെട്ട് വരേണ്ടതുണ്ട്. കൂടുതൽ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് എല്ലാ ചലഞ്ചുകളെയും നേരിട്ടുകൊണ്ട് പൊതുരംഗത്തേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും, ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്കും, ലോകത്തിലെ തന്നെ മുഴുവൻ സ്ത്രീകൾക്കും ഈ വനിതാ ദിനത്തിൻ്റെ അഭിവാദ്യങ്ങൾ, ആശംസകൾ നേരുകയാണ്. ആനി രാജയ്ക്ക് ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, അവർ നേരിൽ കണ്ട കഠിനകാലത്തിന്റെ അനുഭവമാണ്. എവിടെയും അതുറക്കെ പറഞ്ഞാണ് ഇന്ത്യൻ സമകാലിക രാഷ്ട്രീയ ചിത്രത്തിൽ അവർ ശക്തമായ ഒരു സ്ത്രീ സാന്നിധ്യമായി തുടരുന്നത്. കൈരളി ന്യൂസ്, വയനാട്.